വായിച്ചു നോക്കണം. അതിനകത്തൊന്നും എഴുതിയിരുന്നു കിടിലം കൊള്ളുന്നു. എന്നാ പറയും? അമ്മമാരോട് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് യേശുവിൽ വിശ്വസിക്കുക, അങ്ങനെ പറയരുത്, യേശുവിൽ ഉപേക്ഷിക്കാൻ പറയണം. അവർക്ക് പറ്റില്ല. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മമാരുടെ മാർന്ന് പിടിച്ചു വലിച്ചെടുത്തിട്ട് അമ്മമാരുടെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് ദൈവത്തിലൂടെ നടത്തി. ആരുടെ നിന്ന് പാൽ കുടിക്കേണ്ട കുഞ്ഞുങ്ങൾ അമ്മയുടെ മാറിൽ കിടന്ന് ശ്വാസം കൂട്ടി മരിച്ചു. അമ്മമാർ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ മരിച്ചാലും ഞങ്ങൾ പാപം ചെയ്യില്ല, യേശു ദൈവമാണ്, അതിനുവേണ്ടി മരിച്ചു. നമുക്ക് പാഠമായി. ലോകം താത സഹോദരൻ ജാതി എന്ന തറവാട് മാർഗം ഉപേക്ഷിച്ച് യേശുവിനായി മരണം സ്നേഹിച്ചു. തൂക്കപ്പെട്ട് മരത്തിൽ വിലാപ് തുറന്ന് അച്ചവളം മരിക്കാൻ വേണ്ടി വെപ്പോട്ട് പോയി. ഈ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു. എന്തോ എന്നതിനാ വന്നേ ഈ വാർദ്ധക്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ മരിക്കാൻ തയ്യാറായി. യേശുവിനുള്ള വിശ്വാസം അത് കളയുന്നതിനേക്കാൾ വേദം മരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ്. സ്ലീഹന്മാരോട് അല്ലെങ്കിൽ പൂർവിക പിതാക്കന്മാരോട് ഒരാൾ ചോദിച്ചു, യജമാനന്മാരെയും പ്രവർത്തന്മാരെയും പുരോഹിതന്മാരെയും എന്റെ ഭർത്താവിനെ കൊന്നു യേശുവിന് വേണ്ടി, എന്റെ മകനെ കൊന്നു, മകളെ കൊന്നു, അപ്പനെ കൊന്നു, അവരുടെ അവസ്ഥ എന്താ? അവരൊക്കെ മരിച്ചുപോയില്ലേ? അപ്പൊ നമ്മുടെ വിശുദ്ധന്മാരായ പിതാക്കന്മാർ വീടുകളിൽ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ആളുകളെ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, വാ വാ നമുക്ക് ആരാധിക്കാം. മരണവേദനയിൽ ഞങ്ങൾ എങ്ങനെ ആരാധിക്കും? വാ പറഞ്ഞത് കൂട്ടിക്കൊണ്ടു. എന്നിട്ട് കൂട്ടി നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. പാട്ട് വളരെ മോശം, ഗണം വളരെ കുറവ്, എങ്കിൽ വൈകുന്നു കേട്ടോ. ക്രൂസിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി പാടുകയാണ് ആദ്യ സഭ. ക്രൂസിന്മേൽ തലചായിച്ചോൻ പിതാവിന്റെ വലഭാഗത്തിരുന്ന് മുടി മുടയുന്നത് കണ്ടപ്പോൾ, മുടി കിരീടം മെടയുന്നത് കണ്ടപ്പോൾ, മുടി മുടയുന്നത് കണ്ടപ്പോൾ സഹദേമാർ നിങ്ങൾ, അടുത്തത് നാനാവിധ യാതനയെയും കുസീടാതെ ഗളയുതിരത്താൽ, ഗളം കഴുത്തിലെ രക്തത്താൽ ധവളിമയംഗങ്ങൾ കായ് നൽകി പ്രകാശോടാക്കി ശരീരം പീഡകളെ പ്രാപിച്ചോ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിൽ എന്നേക്കും സ്മരണ നിങ്ങൾക്ക്. ഓർമ്മ പോകില്ല. ഞാൻ ഈ കൊതോക്കല പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സങ്കടം നാണോ. 340 വർഷം മുമ്പ് അവരടക്കം നടത്തിയ ഒരു വൃദ്ധന്റെ, ഒരു വിശുദ്ധന്റെ ശരീരം അടക്കിയ സ്ഥലം അവിടെ. ഇപ്പുറത്തെ ജീവനുള്ള ഞാൻ ധ്യാനം നടത്തിയിട്ട് അവിടെ ഇരിക്കുക. അതിൽ ആളുകൾ വന്നിട്ട് ചോദിച്ചാൽ മറുപടി പറയാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്ന എന്നെ ഗൗനിക്കണം. ആ കവരെടുത്തിന്റെ താഴെ വന്നിട്ട് ഏങ്ങടിച്ച് തോടിച്ച് കണ്ണിൽ തുടച്ച് സമാധാനത്തോടെ തോന്നും. ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞേ, എന്നോട് അവർ മിണ്ടിയിട്ടില്ല. അവിടെ ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവർക്കറിയാം. തമ്പുരാൻ പറഞ്ഞ പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വിശുദ്ധിയിൽ ജീവിച്ചതിന് വിശുദ്ധ. ആ വിശുദ്ധന്റെ പെരുന്നാളാണ് എന്താ പാപം? ഈ പ്രാണപ്രിയനുള്ള വിശ്വാസത്തിൽ ഇടർച്ച വരുന്ന പാപം. ആ പാപം ചെയ്യാതെ സൂക്ഷിക്കുക. ആ പാപം ചെയ്യാതെ നാം യേശുവിനെ ഉയർത്താൻ തുടങ്ങിയാൽ, നേരത്തെ പറഞ്ഞ പാപമില്ലേ, അസൂയ, അഹങ്കാരം, വെറുപ്പ്, വിദ്വേഷം, വ്യഭിചാരം, മറ്റത് മറിച്ചത്, അതൊക്കെ പോകും. കാരണം 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ സകല പാപവും കഴിയും. ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. തീർന്നു ക്ലാസ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് നോക്കുക. ഏത് കുടുംബത്തിൽ സമാധാനമുണ്ട്? മുംബൈ സ്ഥിതി അറിയില്ല. കേരളത്തിലെ ഒരു പുരോഗതി എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, അനേക വീടുകളിൽ കൂട്ടക്കരച്ചിലാണ്. മക്കൾ വീടിനകത്ത് മാരകമായി ലഹരി കടിമപ്പെട്ടവർ, മദ്യപാനം, കഞ്ചാവ്, രാസലഹരി, കുടുംബങ്ങളിൽ സമാധാന സ്വസ്ഥതയില്ല. ലഹരി കടിമപ്പെട്ട കുടുംബങ്ങൾ നിരവധി. നിയമമില്ലാത്തതുകൊണ്ട്, നിയമം മോശമായതുകൊണ്ട് ഓരോ ദിവസം ദൂരം പിടിക്കുന്നത് ലഹരി മാത്രം. കൂട്ടക്കൊലപാതകങ്ങളുടെ പരമ്പര. പണ്ട് വല്ലപ്പോഴും കേട്ടോണ്ടിരുന്നത്, അമ്മ മകനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, കുഞ്ഞിനെ കൊന്നു, ഭർത്താവിനെ കൊന്നു. കൂട്ടക്കൊലപാതകങ്ങൾ മറ്റൊരു സ്ഥലത്ത്. നിയമമില്ലാത്തതുകൊണ്ട്. മൂന്നാമത് പെരുകുന്ന ആത്മഹത്യ. കുടുംബം ഒന്നടങ്കം മരിച്ചു. എന്തേ ഇങ്ങനെ ലഹരി കടിമപ്പെട്ടിട്ട് നിയമം കൊണ്ട് ശരിയാക്കാൻ പറ്റാത്തത്? എന്തേ കൊലപാതകങ്ങൾ മാറാത്തത്? എന്തേ ഈ കൂട്ടാത്മഹത്യ മനുഷ്യൻ മാറാത്തത്? പലരും പലതും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനെന്ന് ഞാൻ വിളിച്ചു പറയും. കുടുംബം തകരുന്നതിന്റെ കാരണം, നാട് നശിക്കുന്നതിന്റെ കാരണം മറ്റൊന്നല്ല, പാപമാണ്.
പാപമാണ്. എന്താ പാപം? പ്രാണനാഥനെ വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അവനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അവൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. സക്കായിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പിശാച് ഓടി പോകുന്നുണ്ട്. പിശാച് ആ ഭവനം വിട്ടു പോകുന്നുണ്ട്. യേശു പറഞ്ഞു, നിന്റെ വീട് രക്ഷപ്പെട്ടു സക്കായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൽദോമാരുടെ സർവീസ് ഭാവമായിട്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പാപത്തിനെതിരെ പോരാടാൻ ഈ വിശുദ്ധം നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം. കാൽവറിയുടെ വരക്കളത്തിൽ എനിക്ക് വേണ്ടി യാഗമായി തന്ന കർത്താവായ യേശു, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ വിശുദ്ധന്റെ ബലിയിലല്ല, യേശു ക്രിസ്തുവിന്റെ ബലിയാണ് നമ്മൾ നടത്തുന്നത്. ആ ബലിയിൽ ഞാൻ പങ്കുചേരുമ്പോൾ എൻ്റെ യേശുവിൽ വിശ്വസിച്ച് എൻ്റെ യേശുവിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഉയർത്തുക. അങ്ങനത്തെ ഒത്തിരി അനുഭവം കുറിച്ച് പറയാറുണ്ട്. തൂത്തുക്കുടി ധ്യാനത്തിലെ ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ജീവിക്കും. അവനെ ഉയർത്തുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. എഴുന്നേൽക്കാൻ വളർന്ന് പ്രാർത്ഥിക്കും. എനിക്കറിയാം സമയത്ത് വൈകിപ്പോഴും എന്നോട് ക്ഷമിക്കുക. കാൽവറിയിൽ യാഗമായി കിടക്കുന്ന ആ പ്രാണപ്രിയനെ, കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ നോക്കുക. ലോകം നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരു മനുഷ്യനെന്ന് തോന്നാത്ത വിധം വിരൂപനെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാട്ടിറച്ച് കെട്ടിത്തൂക്കിയിരിക്കുന്നത് പോലെ കാൽവറിയുടെ ഉന്നതങ്ങളിൽ ഒരു കുഞ്ഞാട്, കൊല്ലപ്പെട്ട കുഞ്ഞാട്. ലോകം നോക്കിയപ്പോൾ കണ്ടത് വിരൂപനായ ഒരു ഭീകരാവസ്ഥ. ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചവൻ. എന്നാൽ അടുത്തത് കേട്ടോളൂ. അവനെ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ, കാട്ടുമൃഗങ്ങളുടെയും ഏകാന്തതയുടെ നടുവിൽ കർത്തൃദിവസം ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ഈ കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ 7 വെളുക്കളുടെ മധ്യേ മുകൾ തൊട്ട് താഴെ വരെ നിലയിലേക്ക് ധരിച്ച് നെഞ്ചിൽ സ്വർണത്തിന്റെ മാർക്കച്ച കെട്ടി തൂമഞ്ഞിന് സമമായ തലമുടിയും ധൂമർ വസ്ത്രവും അണിഞ്ഞ് സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖമുള്ള, അഗ്നിജ്വാല പോലെ കണ്ണുള്ള, വെള്ളോടിന് സദൃശമായ പാദങ്ങളുള്ള തേജസ്സിന്റെ കുഞ്ഞാടിനെ കണ്ടു. ഒരു ചിത്രകാരനും അവന്റെ ബ്രഷ് കൊണ്ട് വരച്ചെടുക്കാൻ കഴിയാത്ത വിധം തേജസ്സോടെ നിൽക്കുന്ന കുഞ്ഞാടിനെ ഭക്തൻ കണ്ടു, യോഹന്നാൻ കണ്ടു. വെളിപാട് 1-ാം അധ്യായം. പ്രിയപ്പെട്ട ദൈവവേദി, പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആ ബാവ ഉയർത്തിയ യേശുവിനെ ഉയർത്താൻ നമുക്കും ശക്തി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. എനിക്കറിയാം, ഇതിനകത്ത് പുറമെ പറയാൻ കഴിയാത്ത ഒരു ഹൃദയഭാരമുള്ള മനുഷ്യരുണ്ടാകാം. വീട്ടിലെ അവസ്ഥയോർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, നാട്ടിലെ ജീവിത സാഹചര്യങ്ങളോർത്ത്, കടഭാരമോർത്ത്, ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗമോർത്ത്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഭാവിയോർത്ത്, മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ടതോർത്ത്, ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്നതോർത്ത് കരയുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. ഞങ്ങളോടാണ് ഈ സുവിശേഷം. ലൂക്കോസ് 1:37 മറിയത്തോട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ ദൈവമേ, പരിശുദ്ധ ബാവയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശുവിനെ ഉയർത്താൻ കൃപ പകരണമേ. ഈ ദൈവാലയത്തെ സമർപ്പിക്കുന്നു, ഈ ഭദ്രാസനത്തെ സമർപ്പിക്കുന്നു, ഈ പുരോഹിതന്മാരുടെ പൗരോഹിത്യ കൃപയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നീ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. കണ്ണുനീരോടെ ആരെല്ലാം ദൈവസന്നിധിയിലേക്ക് നോക്കി ഉള്ളത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ മേൽ അപ്പോസ്തല പ്രവൃത്തികളിൽ സ്ലീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ. അതിനുവേണ്ടി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. കാരുണ്യവാനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ അദൃശ്യമായ വലതുകരത്തിന്റെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ മക്കൾ ഹൃദയത്തിൽ ഉയർത്തുന്ന പ്രാർത്ഥന സ്വർഗത്തിലെത്തണമേ. ഞങ്ങളെ പരമേൽപ്പിച്ച പൗരോഹിത്യ കൃപയാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പൈശാചിക ശക്തികളും മാറിപ്പോകണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കണം. നാളെ വിശുദ്ധ കുർബാനയിൽ
കൂടി കാണാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി.